ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ ആൻഡ് വിത്ത് മീ കിച്ചു. നമ്മളിപ്പം ചൂരൽമലയ്ക്ക് അഗൈൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചൂരൽമല എന്ന് പറയുമ്പം നമ്മളിന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്ന പ്ലേസ് എന്ന് പറയുന്നത് അട്ടമലയാണ്. നമ്മൾ മുണ്ടക്കായി കണ്ടു, ചൂരൽമല കണ്ടു, സ്കൂൾ റോഡ് കണ്ടു. നമ്മളിനി അട്ടമലയ്ക്കാണ് പോകുന്നത്. അട്ടമല ഇപ്പം ഞാൻ ഏലവയലെത്തി നിൽക്കുകയാണ്. ഏലവയലിൽ നിന്ന് അറൗണ്ട് 2 കിലോമീറ്റർ ചൂരൽമല, ചൂരൽമലയിൽ നിന്ന് 2 കിലോമീറ്റർ അട്ടമല. അവിടെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ് അവിടെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലെക്സ് ഞാനിവിടെ കണ്ടു. വളരെയധികം സങ്കടം തോന്നി. നമ്മൾ അട്ടമല ഭാഗമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. അവിടുത്തെ ഒറ്റപ്പെട്ടു പോയ വില്ലേജും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കി വരാം. സോ നമ്മുടെ ജേണി ഇന്നത്തെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓസം ലൈഫ്. നമ്മളങ്ങനെ ചൂരൽമല പാലം കഴിഞ്ഞു. അതായത് ബെയിലി ബ്രിഡ്ജ് ഇല്ലേ, അത് ആ കാണുന്ന ബ്രിഡ്ജാണ് ലോങ്ങിൽ. അപ്പോൾ ബെയിലി ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റ്, നമ്മളിപ്പോൾ നിൽക്കുന്ന റോഡിൻ്റെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ 2 കിലോമീറ്റർ മുണ്ടക്കായി. നമ്മളിപ്പോൾ പോകുന്ന ഈ റോഡില്ലേ, ഈ റോഡ് സ്ട്രൈറ്റ് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അട്ടമല എന്ന് പറഞ്ഞ പോർഷനാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഈ രണ്ട് സ്ഥലത്തും ഡെഡ് എൻഡാണ്. മുണ്ടക്കായി എൻഡാണ്, അതുപോലെ തന്നെ അട്ടമല എൻഡാണ്. ഇത് രണ്ടും പിരിഞ്ഞു പോകുന്നത് ചൂരൽമല ബെയിലി ബ്രിഡ്ജ് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, സോ കൺഫ്യൂഷൻ വേണ്ട, അതിന് വേണ്ടിയാണ് പറഞ്ഞത്. നമ്മുടെ പണ്ടത്തെ അട്ടമല വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. ആ സ്ഥലങ്ങൾ ഒന്നുകൂടെ കുറേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, ആ സ്ഥലങ്ങളൊക്കെ എന്താണ്, അതിൻ്റെ അവസ്ഥ ഒന്ന് കാണാൻ സാധിക്കുമെന്ന്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ് അട്ടമലയുള്ളത്. അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ആ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ എഫക്റ്റ് ഉണ്ടല്ലോ, അത് വന്നിരിക്കുന്ന ഏരിയ ആണ് എൻ്റെ ബാക്കിൽ നിങ്ങൾ കണ്ടുവരുന്നത്. ഞാൻ ഒന്നുകൂടെ സൂം ചെയ്തൊക്കെ ഒന്ന് കാണിച്ചു തരാം. ചൂരൽമല ബെയിലി ബ്രിഡ്ജിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇതാണ് ബെയിലി ബ്രിഡ്ജ്. അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്, അതായത് മാങ്കുണ്ടിലേക്ക് പോകുന്ന ഒരു പോർഷനാണ്. അന്ന് നമ്മൾ ആ ചൂരൽമല ആ പാലത്തിൻ്റെ മുകളിൽ നമ്മൾ എടുത്തിരുന്ന ഈ ദൃശ്യങ്ങൾ. ഈ വെള്ളം നേരെ പോകുന്നത് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ബെൻഡായിട്ട് പോയി വന്ന് ചേരുന്നതാണ് മാങ്കുണ്ട്. മാങ്കുണ്ടിൻ്റെയൊക്കെ വിഷ്വൽസ് നമുക്കുണ്ട്. പക്ഷെ പണ്ട് ഈ മാങ്കുണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല, കാരണം ഈ ഭാഗത്ത് ഇതേപോലത്തെ വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നു. ഇന്ന് ആ മരങ്ങളൊന്നുമില്ല. ഇത്രത്തോളം പുഴ കയറിപ്പോയിട്ടുണ്ട്. അതിശയകരമായിട്ടുള്ള രീതിയിലാട്ടോ ഈ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ ഉരുൾപൊട്ടലിൻ്റെ ആ ഒരു ശക്തി കടന്നു പോയിരിക്കുന്നത്. ഇതിപ്പം JCBക്ക് അവർ മാന്തിയിട്ട് കുറച്ച് ആഴം വരുത്തിയിരിക്കുന്നതാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ വെള്ളം മുകളിലേക്ക് കയറും. ഇപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ തട്ടിയിട്ടാണ് വെള്ളം ഒന്നുകൂടെ ഡൈവേർട്ട് ചെയ്ത് ആ ഭാഗങ്ങളൊക്കെ നാശമായത്. ഇവിടെ തട്ടി ആ ഭാഗത്തുള്ള കുറേ വീടുകളും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങ് പോയി. അവിടെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, മീൻസ് പാടി. ആ പാടിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ ടേൺ ചെയ്താൽ നമ്മൾ കാണുന്നതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. ചൂരൽമല ഉള്ള ആകെ ഒരേ ഒരു ഹോസ്പിറ്റലാണിത്. എനിക്ക് തോന്നുന്നു അറൗണ്ട് 100 ഇയേഴ്സ് പഴക്കമുള്ള ഹോസ്പിറ്റലാണ്. കാരണം ഞാൻ ജനിക്കുന്ന അന്ന് മുതൽ കാണുന്നതാണ്. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ജോലിക്ക് വന്നപ്പം അവരും ചികിത്സ തേടിയിരുന്ന ഈ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇതാണ് ഇവിടെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ. ഹാരിസൺ മലയാളത്തിൻ്റെ ഹോസ്പിറ്റലാണ്. ഒരു ബ്രിട്ടീഷ് ബാക്കപ്പ് ഉള്ള ഒരു ഹോസ്പിറ്റൽ. അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈല് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇന്ന് ഈ ഹോസ്പിറ്റൽ ആരുമില്ല. ഇതിലിപ്പോൾ നിൽക്കുന്നത് NDRFും ഫയർഫോഴ്സും ഒക്കെയാണ്. അന്ന് ഉരുൾപൊട്ടിയ സമയത്ത് ഈ ഹോസ്പിറ്റലിൽ നമ്മുടെ KSRTC ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഉണ്ടായിരുന്നു. വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിലാണ് അവർ രക്ഷപ്പെട്ടത്. കാരണം ആ വെള്ളം പൊങ്ങി വന്ന സമയത്ത് ആ തിണ്ടിലിടിച്ചിട്ട് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഡൈവേർട്ട് ചെയ്ത് പോയി. അല്ലായിരുന്നെങ്കിൽ ഈ ഹോസ്പിറ്റലും കൂടെ അതിൻ്റെ കൂടെ പോയേനെ. ഒരു കാലത്ത് ഒരുപാട് പ്രതാപത്തോടെ നിലനിന്നിരുന്ന ഒരു ഹോസ്പിറ്റലാണ്. എൻ്റെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ചികിത്സയും കാര്യങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് ഓർമ്മകളുള്ള ചൂരൽമല ഡിവിഷനിലെ ഹോസ്പിറ്റൽ ഇന്നത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. NDRFും ഫയർഫോഴ്സുമാണ് ഇപ്പോൾ അതിനകത്തുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇത് ഹോസ്പിറ്റലിനോടനുബന്ധിച്ച ക്വാർട്ടേഴ്സാണ്. പണ്ട് ഡോക്ടേഴ്സൊക്കെ താമസിച്ചിരുന്ന ഒരു പ്രിവിലേജ് ക്വാർട്ടേഴ്സാണ്. ഗൃഹാതുരത്വം തുളുമ്പുന്ന ഹോസ്പിറ്റലിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ചൂരൽമല ഡിവിഷനിലെ ഹോസ്പിറ്റൽ. ഈ ഒരു ഹോസ്പിറ്റൽ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അസുഖം കൂടി വന്നാൽ 13 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ എങ്ങോട്ട് പോകണം? മേപ്പാടി ഭാഗത്തേക്ക് പോകണം. മൂപ്പനാട് എന്ന് പറയുന്നതിൻ്റെ വലിയ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. വെറും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ് ഇവിടുത്തെ ആളുകൾ. ഈ ഹോസ്പിറ്റലിൻ്റെ പിൻഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഇവിടേക്കാണ് വാഹനങ്ങൾ നിർത്തിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇതൊക്കെ ഡോക്ടേഴ്സിൻ്റെ ക്വാർട്ടേഴ്സ് ആയിരുന്നു. അങ്ങോട്ടേക്കൊക്കെ വെള്ളം അടിച്ചു കയറിയിട്ടോ. പിന്നെ ഈ പറയുകയാണെങ്കിൽ ഇതും ഡോക്ടേഴ്സിൻ്റെ ക്വാർട്ടേഴ്സാണ്. ഈ കൂന കൂടിക്കിടക്കുന്നത് അന്ന് അടിച്ചു കയറിയ വെള്ളമാണ്. അതിൻ്റെ പുറകിലൊക്കെ ഉണ്ട് 3-4 ക്വാർട്ടേഴ്സ്. പിന്നെ
ഇത് വാഹനം നിർത്തിയിരുന്ന ഒരു കാർ പോർച്ചാണ്. ഇതൊക്കെ വെള്ളത്തിൽ ആ സമയത്ത് മുങ്ങിയിരുന്നു. ഇപ്പോൾ വെള്ളം ഇറങ്ങിപ്പോയതാണ്. നമുക്കിനി ഇവിടെയൊന്നും ആളുകളെ പാർപ്പിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം അതിൻ്റെ മുറ്റമൊക്കെ കണ്ടില്ലേ, മൊത്തം ചെളിയായിട്ടുണ്ട്. അകമൊന്നും വൃത്തിയാക്കിയിട്ടില്ല. ഇനിയൊക്കെ ഇവിടെ മനുഷ്യവാസം സാധ്യമാണോ എന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇവിടെ തെരച്ചിലിന് വരുന്ന NDRF ഫയർഫോഴ്സ് അംഗങ്ങളാണ് ഇപ്പോഴും ഈ ചുറ്റുഭാഗത്തായിട്ടുള്ളത്. അങ്ങനെ ഒരു വലിയൊരു ഓർമ്മയുടെ മുൻപിൽ നിന്നാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് സ്പീഡപ്പ് ആക്കി വിടുകയാണ്. കാരണം കുറേ ആളുകൾ പറഞ്ഞിരുന്നു കുറച്ച് സ്പീഡിൽ സംസാരിക്കാൻ പറ്റുമോ, കുറച്ചുകൂടെ വിഷ്വൽസ് സ്പീഡാക്കുമെന്ന്. ഒന്നും കൂടെ ഈ ഒരു ഓർമ്മകൾ ക്യാപ്ചർ ചെയ്തുകൊണ്ട് നമുക്ക് അട്ടമല ഭാഗത്തേക്ക് നീങ്ങാം. മനസ്സിലൊക്കെ ഒരു വിങ്ങലാട്ടോ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ ജനിച്ച് കൈക്കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഒരു പനി വന്നാലോ ജലദോഷം വന്നാലോ ഒക്കെ ചികിത്സിക്കുന്നതാ ഈ ഒരു ഹോസ്പിറ്റലിലായിരുന്നു. ഇവിടെയുള്ള നഴ്സുമാർ, ഇവിടെയുള്ള ഡോക്ടേഴ്സ്, പിന്നെ ആ ഒരു ഹാരിസൺ മലയാളത്തിൻ്റെ ആ പ്ലാന്റേഷനിലെ ജോലിക്കാരായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പനിയൊക്കെ ആയിട്ട് ഒരാഴ്ച കിടക്കുക എന്നൊക്കെ പറയുമ്പം അതൊരു നൊസ്റ്റു എന്ന് പറയുന്നത് ഒരു വേദനയോട് കൂടി മാത്രമേ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയൊന്നും ഇവിടെ പഴയ പോലെ ഒരു ഹോസ്പിറ്റലും മനുഷ്യവാസവും ഒന്നും സാധ്യമാകില്ല. സോ സാഡ്. അത് പറയാൻ തന്നെ ഒരുപാട് സങ്കടമാകുന്നു. അങ്ങനെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ജസ്റ്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഈ ക്വാർട്ടേഴ്സൊന്നും കുഴപ്പം പറ്റിയിട്ടില്ല. ഫ്രണ്ട് ഭാഗമൊന്നും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ബാക്കൊക്കെ പോയി. ഇനിയിപ്പം ആളുകൾ ഇവിടെ ജീവിക്കാൻ തന്നെ ഒരുപാട് പേടിക്കും. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഈ റോഡുകളൊക്കെ എനിക്ക് അത്രത്തോളം പരിചിതമാണ്. കാരണം ഇതിലൂടെയാണ് അട്ടമല ഞാനന്ന് കാണിച്ച എൻ്റെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അമ്മയുടെ കൈയും പിടിച്ച്, അമ്മ അന്ന് ബാലവാടി ടീച്ചറായിരുന്നു, അമ്മയുടെ കൈയും പിടിച്ച് ആ ഒരു ചെറുപ്പകാലം മുതലിങ്ങനെ ചെറിയ കാലിങ്ങനെ പിച്ച വെച്ച് ഇതാ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയ ആയിരുന്നു. ഈ റോട്ടിലൂടെ നടന്നു പോയി ഇതെങ്ങനെ പോയി, അത് കണ്ടോ, ആ കുന്നങ്ങ് കയറിയിട്ട് അപ്പുറത്താണ്, ഈ കുന്നിൻ്റെ അപ്പുറത്താണ് അട്ടമല സ്കൂള്. അവിടെ കയറും. അന്ന് പോകുന്ന സമയത്തൊക്കെ ഈ ക്വാർട്ടേഴ്സൊക്കെ നമുക്ക് വളരെ അത്ഭുതകരമായിട്ടാണ് നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഹാരിസൺ മലയാളം എന്ന് പറയുന്ന അത്രത്തോളം പ്രതാപമുള്ള അതിൻ്റെ ഒരു പ്രതാപകാലത്തായിരുന്നു ഞങ്ങളൊക്കെ വന്നത്. ആ സമയത്ത് ഇത് സ്റ്റാഫിൻ്റെ ക്ലബ്ബാണ്. ഇപ്പോൾ നമ്മൾ ലയൺസ് ക്ലബ്ബ് അല്ലെങ്കിൽ വലിയ വലിയ ക്ലബ്സിൻ്റെയൊക്കെ പേര് പറയില്ലേ, അതുപോലത്തെ സെൻറ്റിനൽ റോക്ക് എസ്റ്റേറ്റിൻ്റെ സ്റ്റാഫിൻ്റെ ക്ലബ്ബാണ്. ഇവിടെയൊക്കെ വന്നിരിക്കുന്ന സ്റ്റാഫ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്റ്റാഫായിരിക്കും. കാരണം പുറത്തുനിന്ന് വന്ന ആളുകളാണല്ലോ, കൊടകന്മാരും അങ്ങനെയൊക്കെയുള്ള ടീമാണ്. അപ്പം നമുക്ക് അവരോടുള്ള റെസ്പെക്റ്റ്, അച്ഛനും അമ്മയ്ക്കും അവരോടുള്ള റെസ്പെക്റ്റ്, ഇവിടെയുള്ള എസ്റ്റേറ്റിലെ തൊഴിലാളികൾ അവരെ കാണുമ്പോഴുള്ള റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. അതങ്ങനെ ഒരു നൊസ്റ്റു. അങ്ങനെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കണ്ടുകൊണ്ട് നമ്മൾ 13 പാടി എന്ന് പറയും, ഈ സ്ഥലത്തിൻ്റെ പേരാണ് 13 പാടി. അൺബിലീവബിൾ ആയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. കാരണം ഈ ഭാഗത്തൊന്നും ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു മനുഷ്യൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ആ മാങ്കുണ്ടിൽ വന്ന വെള്ളമില്ലേ, മാങ്കുണ്ടെന്ന് പറയുന്ന ഈ ക്വാർട്ടേഴ്സൊക്കെ നിൽക്കുന്ന ഈ ഒരു ചെറിയ കുന്നിൻ്റെ അപ്പുറത്താണ്. അവിടെ വന്ന വെള്ളം അവിടെ എവിടെയോ അടിച്ചിട്ട്, ഞാൻ അന്ന് പറഞ്ഞല്ലോ നമ്മുടെ സുദർശേട്ടൻ്റെ ആ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ വീട്, അവിടെയുള്ള തിണ്ടിലിടിച്ചിട്ട് കയറി വന്നതാണ് ഈ ഏരിയയിലേക്ക്. അതായത് ഇത്രയും ഏരിയയിലേക്ക് കയറി വന്നു എന്ന് പറയുമ്പം ഇറ്റ്സ് റിയലി അൺബിലീവബിൾ ആയിട്ടുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങോട്ടൊക്കെ വെള്ളം വന്നതെന്ന് ഞങ്ങൾക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അത്രയധികം നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്യാവശ്യം ക്ലൈമറ്റ് മഴ പെയ്യാൻ പോകുന്ന ഒരു ഫീലുണ്ട്. നോക്കിയേ, ഇത്രത്തോളം വെള്ളം അടിച്ച് കയറി ഇങ്ങോട്ടേക്ക്. പിന്നെ ഇത് ക്വാർട്ടേഴ്സ് ആയിരുന്നു കേട്ടോ. ക്വാർട്ടേഴ്സ് മീൻസ് ഇതിപ്പം ശിശു വികസന വകുപ്പിൻ്റെ ഒരു ബിൽഡിംഗ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. പണ്ടെന്ന് പറയുന്നത് ഇതൊരു ആശുപത്രിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഇവിടെ മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തുന്ന ഈ ഭാഗത്തായിരുന്നു, ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു ആളുകൾ ഒരുപാട് വിളക്കൊക്കെ വെച്ച് ആരാധിച്ചിരുന്ന ഒരു മരമായിരുന്നത്. അത് ഇന്നിപ്പോൾ ഈ സിറ്റുവേഷനിലായി. ചൂരൽമല ഇന്ന് വാർത്തയിൽ കണ്ടിരുന്നു, ആൽമരം മാത്രം ഒന്നും ആകാണ്ട് നിലനിന്നു. കാരണം അത്രത്തോളം വേരുകളുണ്ട് ആൽമരത്തിന്. ഇവിടെയും ഒരു ആൽമരമുണ്ട്. ആൽമരം ഒന്നും പറ്റാതെ അത് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഭാഗമൊന്നും നമുക്ക് കണ്ടിട്ട് പോലും മനസ്സിലാവുന്നില്ല. കാരണം ഇവിടെയൊക്കെ ഒരു നോർമലായിട്ടുള്ള ഒരു സ്ഥലങ്ങളായിരുന്നു. ഇവിടെ നിന്ന് വന്ന് ചെറിയ ഈ ഒരു വഴിയിലൂടെ കയറി ഇവിടെ ഒരു 3 റോ പാടികളുണ്ടായിരുന്നു. ഇതേപോലത്തെ നമ്മൾ കാണുന്ന പോലത്തെ ഒരു 3 റോ പുറകിലേക്കുണ്ടായിരുന്നു. ആ പുറകിലുള്ള പാടികൾ പോയി, ഇത് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൻ്റെ
ഫുള്ള് കവർ ചെയ്തിട്ടാണ് വെള്ളം വന്നത്. നോക്കിയേ, ഇത്രത്തോളം വന്ന് ഇത് മൊത്തം വളരെ ഭീകരമായ അവസ്ഥയിലേക്ക് ആ വെള്ളം കയറിപ്പോയി. അൺബിലീവബിൾ ആയിട്ടുള്ള കാഴ്ചകളാട്ടോ, അൺബിലീവബിൾ. നമ്മുടെ അട്ടമല പഴയ വ്ളോഗ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെയൊക്കെ പഴയ രൂപം. മാങ്കുണ്ടെന്ന് വെള്ളം ഇങ്ങോട്ടൊന്നും കയറുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ നീർച്ചാലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നീർച്ചാലുകൾ, ആ ഒരു സ്ട്രീമാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത് വലിയൊരു പുഴയ്ക്ക് സമാനമായിട്ട് ഇന്നത് വലുതായിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കൂട്ടുകാർ, എൻ്റെ സഹപാഠികളായിട്ട് പഠിച്ച ആളുകളൊക്കെ ഒരുപാട് താമസിച്ചു ഇവിടെയാണ്. പക്ഷേ ഇപ്പോൾ കാലക്രമേണ എസ്റ്റേറ്റിലെ ആളുകളൊക്കെ കുറഞ്ഞപ്പോൾ ബംഗാളികളൊക്കെയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ബാക്കിൽ കാണുന്ന പാടികളിൽ, അതിൻ്റെ ബാക്കിൽ 2 റോ ഇതേപോലത്തെ 2 റോ പാടികൾ ഉണ്ടായിരുന്നു. അത് വെള്ളത്തിൽ പോയി എന്ന് തോന്നുന്നു. അവിടെയൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. എന്താണ് അവിടെ സിറ്റുവേഷൻ എന്നൊന്നും അറിയത്തില്ല, വാർത്തയിലൊന്നും കണ്ടിട്ടുമില്ല. സോ നോ ഐഡിയ. പക്ഷേ ഇവിടെയൊക്കെ അത്രയും തിങ്ങി നിറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്ന ഈ സ്ഥലത്ത് ഇന്ന് ആരുമല്ലാതെ കിടക്കുന്ന അവസ്ഥയിലാണുള്ളത്. സോ സാഡ് ആൻഡ് ബിലീവബിൾ, അല്ലാണ്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മറ്റൊന്നുമില്ല. നോക്കിയാൽ ഇവിടെ വന്ന് കിടക്കുന്ന മരമാണ്, എവിടുന്നോ ഒഴുകി വന്നത്. അത്രയും ഫോഴ്സിലാണ് വെള്ളം വന്നതെന്ന് പറയുമ്പോൾ മനുഷ്യനൊന്നും ഒന്നുമല്ല എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇതാണ് 13 പാടി. ഈ ഭാഗത്ത് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സ്ഥലത്തൊക്കെ ഇല്ലേ, ഈ പച്ചപ്പ് കിടക്കുന്ന സ്ഥലത്ത്, അതിൻ്റെ ഇടയ്ക്ക് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഒരുപാട് റിസോർട്ടുകൾ കാണാം. ഇതുപോലെ പൈൽ ചെയ്ത് സ്റ്റാൻഡ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ചെറിയ ഹട്ട് പോലത്തെ റിസോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വയനാടൊക്കെ ഓടിക്കൊണ്ടിരുന്ന ടൂറിസം ബേസ് ചെയ്തായിരുന്നു. ഇന്നിപ്പം അതെല്ലാം നിന്നുപോയ ഒരവസ്ഥയാണ്. ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഈ മാസം 30, അതായത് ഓഗസ്റ്റ് അല്ല കിച്ചു, ഓഗസ്റ്റ് 30, ജൂലൈ 30ക്കാണ്. അതായത് ജൂലൈ 30 ആണ് ഇന്നെങ്കിൽ ഇന്ന് രാത്രിയാണ് ഇവിടെ ഉരുൾപൊട്ടുന്നത്. അതായത് ഉരുൾപൊട്ടി എക്സാക്റ്റ് 1 മാസമായപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. 1 മാസമായപ്പം ഈ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഉരുൾപൊട്ടിയ സമയത്ത് എന്തായിരുന്നിരിക്കാം ഇവിടുത്തെ കാഴ്ചകൾ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതുണ്ടോ, ഇത്രയും വലിയ മരമാണ്. ഇതിവിടെ ഉണ്ടായിരുന്ന മരം അല്ല കിച്ചു, ഒഴുകി വന്നാണ്. അതായത് ഈ ഭാഗങ്ങളൊക്കെ കൃഷിയും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിച്ച് തകർത്ത് എവിടെ നിന്ന് ഒഴുകി വന്ന മരമാണിത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്താണ് അതിൻ്റെ ഫോഴ്സ് എന്ന്. പല മരത്തിൻ്റെയും താഴ്ഭാഗം, കടഭാഗമാണ് ആ കിടക്കുന്നത്. ആലിൻ്റെ ചോട്ടിൽ ആലെന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് നെഞ്ഞി വിരിച്ച് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയൊരു നീർച്ചാലായിരുന്നു കേട്ടോ. ആ നീർച്ചാലിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ചെറിയൊരു നീർച്ചാൽ, ഞങ്ങൾ മീൻ പിടിക്കാനൊക്കെ വരുന്ന ചെറുതായിട്ട് വെള്ളം ഒഴുകുന്ന നീർച്ചാലായിരുന്നു. അപ്പം അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ, ദൂരെയൊന്നുമല്ല കുറച്ചടുത്ത് തന്നെയാണ്, ഒരുപാട് ഹട്ട് പോലത്തെ സെറ്റപ്പ് കാണാം. ഇത് ഹോം സ്റ്റേ മീൻസ് റിസോർട്ടുകളായിട്ട് കൺവേർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അത് ആ പുഴത്തീരത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് ജില്ലാ കളക്ടർ ഒരാഴ്ച മുമ്പേ പറഞ്ഞിരുന്നു വയനാട് ടൂറിസം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒരാഴ്ച മുമ്പ് ക്ലോസ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ വരവ് കുറഞ്ഞു. എങ്കിൽ പോലും ആളുകൾ ഉണ്ടായിരുന്നു. കുറഞ്ഞതുകൊണ്ട് പല ആളുകളുടെയും ജീവൻ രക്ഷപ്പെട്ടു. ഒരിക്കൽ പോലും ഈ ഹട്ടുകൾ നിർമ്മിച്ച ആൾ ചിന്തിച്ച് കാണില്ല ഇവിടെയൊക്കെ ഇതുപോലെ വെള്ളം പൊങ്ങുമെന്ന്. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇങ്ങോട്ടൊക്കെ ഇത്രത്തോളം ഡിസാസ്റ്റർ ഉണ്ടാകുന്ന. സ്വപ്നത്തിൽ പോലും ചിന്തിച്ചൊരു കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന ചപ്പരപ്പാടി എന്ന് പറയുന്ന സ്ഥലം. ചപ്പരപ്പാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ചപ്പില്ലേ, അത് വെട്ടിയിട്ട് തൂക്കുന്ന സ്ഥലം, അതാണ് ചപ്പരപ്പാടി. പാടി എന്ന് പറഞ്ഞാൽ ഒരു ഷെഡ് അല്ലെങ്കിൽ ഒരു വീട്, ഹോം എന്നുള്ള ഒരു ലെവലിൽ ചപ്പരപ്പാടി എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കൊരു ഷോർട്ട് കട്ട്, ഇങ്ങനെയും എൻ്റെ അട്ടമല സ്കൂളിലേക്ക് പോകാം. ഞാൻ പഠിച്ച എൻ്റെ 1, 2, 3 ക്ലാസ്സുകൾ. അതേപോലെ തന്നെ ഒരുപാട് ഓർമ്മകളുള്ള വഴിയാണിത്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഈ കുന്ന് കയറി അതിൻ്റെ ഒരു ടോപ്പിലൊക്കെ ഉള്ള വ്യൂ ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ കുന്ന് കയറി ഈ കുന്നിറങ്ങി വരുന്നതാണ് എൻ്റെ അട്ടമല സ്കൂളിലെ വ്യൂ. അപ്പം ഇതിലൂടെ ഇപ്പം നമ്മൾ പോകുന്നില്ല. നമ്മൾ പോകുന്നത് ഈ ബസ് റൂട്ടായ ഈ റോഡിലൂടെയാണ്. ബസ്സുകളൊന്നും ഇല്ല കേട്ടോ. ബസ്സുകളൊക്കെ നിർത്തി, മുണ്ടക്കായിലേക്കും അട്ടമലയ്ക്കൊക്കെ സർവീസ് നിർത്തി. ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ പോയിക്കൊണ്ടിരുന്നതാണ്. ഇന്ന് ആരുമില്ല, വിജനമായി കിടക്കുകയാണ്. ഒരു മനുഷ്യൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. നമ്മൾ അപ്പുറത്ത് പെർമിഷൻ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മുടെ എൻ്റെ ചെറിയച്ഛൻ്റെയൊക്കെ വീട് അവിടെയാണ് ഉള്ളത്. അതുപോലെ ഒരുപാട് കുടുംബക്കാരെ അട്ടമല, അവരൊക്കെ മേപ്പാടി കൽപ്പറ്റ ഭാഗത്തേക്ക് മാറി. അവരൊന്നും മാറുന്നില്ല എന്ന് പറഞ്ഞാണ് അവസാനം പ്രകൃതി തന്നെ അവരെ മാറ്റി എന്ന് പറയേണ്ടി വരും. അതുപോലെ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ്, ഇവിടുന്ന് 2-2.5 കിലോമീറ്റർ കഴിഞ്ഞാൽ അട്ടമല ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജായി. സോ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളും കൂടെ കാണാം. മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റാക്കി വിടുന്നത്. പോയാലോ ചോദിച്ചു. ഓർമ്മകളുള്ള സ്ഥലം കേട്ടോ എൻ്റെ സ്കൂളിൽ പോയ റോഡ്. സാഡ്.
ഇതൊക്കെ അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ഡീപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു 2 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉണ്ടായിരുന്നു ഈ പുഴയൊക്കെ ഒഴുകുന്നത്. അത് ആ ഭാഗത്താണ് മാങ്കുണ്ട്. ഇതാ അവിടെ നിന്ന് ഈ പുഴ വലിയൊരു പുഴയായിട്ട് മാറി. ഇതൊക്കെ ചെറിയൊരു സ്ട്രീമായിരുന്നു കേട്ടോ. നോക്കി എന്തോരം വലുപ്പമായിന്ന്. നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു 20 മടങ്ങ് വലുപ്പത്തിലേക്ക് അത് മാറി. ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഹോം സ്റ്റേ ഒക്കെ നശിച്ചു. ഹട്ട് ഒക്കെ കണ്ടോ വെള്ളം കയറി കിടക്കുന്നത്. എന്തൊരവസ്ഥയല്ലേ കേട്ടോ. അങ്ങനെ നമ്മൾ ടുവേർഡ്സ് അട്ടമല പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു. കാരണം ഈ പാറയൊന്നും അന്നില്ലായിരുന്നു കേട്ടോ. ഇപ്പം അതൊക്കെ തെളിഞ്ഞ് കാണാം. അതുകൊണ്ടോ, അതായത് ആ വന്ന ഫോഴ്സിൽ ചുറ്റുഭാഗത്തുള്ള മണ്ണും കാര്യങ്ങളൊക്കെ എടുത്ത്, അതൊരു ഡാമായിരുന്നു അല്ലേ. അതാ ആ കാണുന്ന എൻഡില്ലേ, ഇതൊരു ഡാമായിരുന്നു. ഡാം എന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞ് വെള്ളം കെട്ടി നിർത്തുന്ന ഒരു ചെറിയ ഡാം. അതിൻ്റെ ഒരു ചെറിയ പാർട്സ് അവിടെ കാണാം. കണ്ടോ, ഇതാ ഈ ഒരു ഭിത്തി കണക്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് ഒരു ഡാമായിരുന്നു. അതൊക്കെ അടിച്ചെടുത്ത് കൊണ്ടുപോയി പാറ മാത്രം കാണാമെന്ന്. ആ ലെവലിലേക്ക് അത് മാറിപ്പോയി കേട്ടോ. വെള്ളം കുത്തിയൊലിച്ചൊഴുകുന്ന കണ്ടോ, അതിൻ്റെ കളറ് തന്നെ മാറിയിട്ടില്ലേ. ഇതിപ്പം ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഇവിടെ മഴയുണ്ടായിരുന്നു. ആ മഴ കാരണമാണ് ഇങ്ങനെ വെള്ളം കളറ് മാറിയത്. ഇതൊക്കെ എന്ത് രസമുള്ള ഏരിയ എന്നറിയോ. അട്ടമല എന്നൊക്കെ പറയുമ്പോൾ കാടും പച്ചപ്പും ഒക്കെ അങ്ങ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ക്ലൈമറ്റ്. നമ്മുടെ ലക്കിടിയൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ക്ലൈമറ്റുള്ള ഏരിയ ആയിരുന്നു അട്ടമല. സോ അട്ടമല റോഡിലാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അട്ടമല റൂട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള റോഡിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസകരമായ റോഡല്ലേ. സഞ്ചാരികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു യാത്രയായിരുന്നു അട്ടമല മുണ്ടക്കായി റോഡിലേക്കുള്ളത്. ചെറുപ്പകാലത്തിൻ്റെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് അട്ടമല മുണ്ടക്കായി. ഇന്നിതാ ഈ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ അത് കാണുമ്പോൾ. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് അട്ടമലയിലെത്തി. ഈ കാണുന്നത് സെൻട്രൽ റോക്കിൻ്റെ വൺ ഓഫ് ദ ഒരു ക്വാർട്ടേഴ്സാണ്. അതായത് മാനേജേഴ്സ് ബംഗ്ലോ ആണ് മുകളിലേക്ക് പോകുന്നത്. സെൻട്രൽ റോക്കിലേക്കുള്ള മാനേജേഴ്സ് താമസിക്കുന്നത് അത് എപ്പോഴും മലയുടെ മുകളിലായിരിക്കും കേട്ടോ. ഈ കാണുന്ന പാടികളൊക്കെ ഇന്ന് ഒറ്റപ്പെട്ടു പോയി, കണ്ടില്ലേ. നമ്മളൊന്ന് അട്ടമല ഭാഗം കറങ്ങിയിട്ട് ഈ പാടികളിലേക്ക് വരാം. ഇതിനകത്തൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. അതിങ്ങനെ നടന്നു പോയി അങ്ങ് അറ്റം വരെ പോവാം. എന്ത് രസമായിരുന്നു എന്നറിയോ. ചെറുപ്പകാലത്തൊക്കെ ഒരു മിഠായിയൊക്കെ കഴിച്ച്, കോല് മിഠായിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഈ വഴിയിൽ കൂടെ അങ്ങ് നടന്നു പോകുമായിരുന്നു. ഇതിൻ്റെ ഡെഡ് എൻഡിലാണ് എൻ്റെ ചെറിയച്ഛൻ്റെ വീടെന്ന് പറയുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ അട്ടമല ജംഗ്ഷനിലേക്ക് എത്തി. ഞാൻ എൻ്റെ പണ്ട് അട്ടമല വ്ളോഗിൽ കാണിച്ച പോലെ എൻ്റെ പഴയ സ്കൂളും ഒക്കെയുള്ള ആ ജംഗ്ഷൻ. എനിക്ക് തോന്നുന്നു ഇതിനു മുകളിൽ ഈ വീടുകളും ഈ പാടികളും ഈ ക്വാർട്ടേഴ്സും ഇതാ ഈ ഒരു അമ്പലവും ഈ കടകളും ഒക്കെ ഇനി എത്ര കാലം കാണാൻ പറ്റും എന്ന് യാതൊരുവിധ പിടുത്തവുമില്ല. നമ്മളങ്ങനെ എൻ്റെ പണ്ടത്തെ സ്കൂളിൻ്റെ മുറ്റത്തെത്തി. അട്ടമല ജംഗ്ഷൻ ഞാനൊന്ന് സറൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് നമ്മൾ ചായ കുടിച്ചത് അന്ന്. അതിനുശേഷം നമ്മൾ കണ്ട നിയറസ്റ്റ് ദുർഗാദേവി ക്ഷേത്രമാണ് അട്ടമല. വലിയ ആഘോഷത്തിൽ നമ്മൾ പൂജകളൊക്കെ നടത്തുന്ന, ഉത്സവമൊക്കെ നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. പിന്നെ പണ്ട് ചെറുപ്പകാലത്ത് പഠിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ചെറിയ കടയായിരുന്നു, ചായക്കടയൊക്കെ ആയിട്ട്. 5 പൈസയ്ക്കൊക്കെ മിഠായി കിട്ടും കേട്ടോ. ഞാനത് വാങ്ങിച്ചിരുന്നത്. എത്ര പേരുടെ കളക്ഷനുണ്ട് 5 പൈസയും 20 പൈസയും 10 പൈസയൊക്കെ. എനിക്കൊരു കുപ്പിയുണ്ട്, ആ ബോട്ടിലിനകത്ത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് 5 പൈസയും 10 പൈസയൊക്കെ. കാരണം ഞാൻ 1ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് 5 പൈസയ്ക്ക് 5 മിഠായി കിട്ടായിരുന്നു. അതായത് 1 പൈസയ്ക്ക് അത് വാങ്ങിച്ചിരുന്ന കടയാണിത്. ഞങ്ങൾ എന്നിട്ട് ഈ ജംഗ്ഷനിൽ വരും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. അത് സത്യം പറഞ്ഞാൽ ഒരുപാട് മിസ്സാവുന്നു. ഇവിടേക്കൊന്നും പറ്റിയിട്ടില്ല. കാരണം ഇവിടെ വലിയ പുഴകളോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഭാഗത്തുള്ള മലയല്ല പൊട്ടിയിരിക്കുന്നത് മുണ്ടക്കായി ഭാഗത്തുള്ളതാണ്. പക്ഷേ ആ റോഡ് ചൂരൽമല അഫക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്കും അൺസേഫ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. ഒരുപാട് റിസോർട്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഷാറ്റി വുഡ് എന്നൊക്കെ പറഞ്ഞ റിസോർട്ട്, അങ്ങനെ ഒരുപാട് റിസോർട്ടുകളുള്ള ഏരിയ ആണ് കേട്ടോ ഈ സൈഡൊക്കെ. അതൊക്കെ ഇപ്പം ആളുകൾ വരാതെ ഇനിയിപ്പോൾ പൂട്ടിപ്പോകേണ്ട ഒരവസ്ഥയില്ല. കാരണം റോഡില്ലാണ്ട് എങ്ങനെ വരും? പിന്നെ അതുമല്ല, മനുഷ്യവാസം ഇല്ലെങ്കിൽ അത് പ്യുവറായിട്ട് ഫോറസ്റ്റ് പോലെ അത് കരുതപ്പെടും. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങോട്ടേക്ക് ഒരു മനുഷ്യവാസവും ഇതുപോലെ റിസോർട്ട് കാര്യങ്ങളൊക്കെ എത്രത്തോളം സാധ്യമാകുന്നുള്ളത് എനിക്കറിയില്ല. ഇത് അട്ടമല ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ബസ് നിർത്തി. ഇനിയിപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരിക്കൽ കൂടെ ആ ഒരു സ്കൂളിൻ്റെ മുറ്റത്തേക്ക് കിടക്കുകയാണ്. ഇതാണ് എൻ്റെ സ്കൂള്. ഞാൻ 1, 2, 3, 4 ക്ലാസ് വരെ പഠിച്ച സ്കൂളാണിത്.
നോക്കിയേ, സ്കൂളിൻ്റെ പുറംഭാഗം മാത്രമേ ഉള്ളൂ, അകത്തൊന്നും ഒന്നുമില്ല. കുറേ വർഷങ്ങളായി പൂട്ടിയിട്ടിരിക്കുന്നു. അന്ന് പഴയ വീഡിയോ കണ്ട പോലെ തന്നെയാണത്. ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു, ഇന്ന് ആ സ്റ്റേജില്ല. അതേപോലെ തന്നെ ഇതൊന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കണ്ടാൽ സ്കൂളിൻ്റെ മുറ്റത്ത്, അതായത് ഇതാണ് സ്കൂളിൻ്റെ ഗ്രൗണ്ട്. ഓക്കെ, ഈ ഗ്രൗണ്ടിൽ നിന്നാൽ ഞങ്ങൾ കാണുന്ന കാഴ്ച ഈ മലകളായിരുന്നു. ഇതിങ്ങനെ വന്ന് സിക്സാഗ് ചെയ്ത് പോകുന്ന ഈ മലകളായിരുന്നു ഞങ്ങളുടെ കാഴ്ച. ഞങ്ങൾ പഠിച്ച, അതായത് 1ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമല്ലേ. ആ സമയം മുതൽ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത് ഇത്രയും പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്നൊരു കാഴ്ചയാണ്. ഓഫ്, ഇനി അല്ലേ ആ ഒരു വരികൾ എന്ന് പറയുന്ന പോലെ ഇനിയൊരു ജന്മം കൂടി എന്നുള്ളൊരു ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഈ നിത്യ ഹരിതയാം ഭൂമിയിലല്ലാതെ മാനവ ഹൃദയങ്ങളുണ്ടോ എന്ന അർത്ഥവത്തായ ആ പാട്ടിൻ്റെ ആ വരികളുണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ്. ഇതൊക്കെ മഞ്ഞു മൂടിയിരിക്കുന്നതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ആ മലകളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാം. വൈകുന്നേര സമയമാകുമ്പം ആ സൂര്യൻ്റെ ആ ഒരു ഈവനിങ് സമയത്തെ കിരണങ്ങളുണ്ടല്ലോ, അത് അടിച്ചു കഴിയുമ്പോൾ ഇതിങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന കണ്ടാലുണ്ടല്ലോ എൻ്റെ സാറേ, ഉഫ്, ആ ലെവലിലേക്കാണ് നമ്മൾ ആ ഒരു നൊസ്റ്റാൾജി അങ്ങ് മനസ്സിൽ വരുമ്പോൾ ഉണ്ടല്ലോ, സങ്കടവും സന്തോഷവും അതിനോടുള്ള സ്നേഹവും ഒക്കെ കൂടെ ചേർന്നിട്ട് എന്താ പറയുക, ആ ഒരു ഫീലിലാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ചിത്രീകരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വേറൊരു ഭീകരമായ കാഴ്ചയും കൂടെ നിങ്ങൾക്ക് കാണാം. മഞ്ഞുള്ളതുകൊണ്ട് അത്ര വ്യക്തമല്ല. അതാ ഈ ഒരു നീർച്ചാല് പോലെ വെള്ളം ഒഴുകുന്ന സ്ഥലം കണ്ടോ, അതാ ഈ ഭാഗം, അതാണ് മുണ്ടക്കായി ഉരുള് പൊട്ടിയ മലയുടെ ആ ഭാഗം. നമ്മൾ ഒരുപാട് തവണ കണ്ടു, അത് ഇവിടെ നിന്ന് നോക്കിയാലും കാണാം. ഇത്രയും മലകളുടെ താഴെയുള്ള ചെറിയൊരു ഭാഗമാണ് പൊട്ടിയത്. ഈ ഭാഗമാണ് പൊട്ടിയത്. ആ മല എന്ന് പറയുക, അതിൻ്റെ പുറകിലുള്ള മലകൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഹൈറ്റിലുണ്ട്. അത് മഞ്ഞുമൂടി കിടക്കുക. അപ്പോൾ അതും കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. കോഴിക്കോടുകാർക്ക് പോലും കിടന്നുറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല, അത്രത്തോളം ഭീകരമായിരിക്കും. സോ ഇതാണ് ആ ഒരു കാഴ്ചകൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പുറത്തുനിന്ന് കയറി വരുന്നൊരു വഴി, ഒരു കുന്ന് കയറിയിട്ട്, ആ കുന്ന് കയറിയിട്ട് അവിടെ കണ്ടോ, ആ വഴികളിലൂടെയാണ് വരിക. ആ കുന്ന് കയറി ഇങ്ങനെ വന്ന് ഇതിൻ്റെ ടോപ്പിലെത്തും. എന്നിട്ട് ഇവിടെ ഒരു വഴിയുണ്ട്. ഈ വഴിയിൽ സ്റ്റെപ്പ് ഇങ്ങനെ ചാടി ചാടി വന്ന് ഇതിലൂടെ വന്ന് ഇങ്ങനെ വന്ന്, ഇത് സ്റ്റാഫ് റൂമായിരുന്നു. എന്നിട്ട് ഈ ക്ലാസ്സുകളിലേക്ക് കയറും. ഇതായിരുന്നു എൻ്റെ റുട്ടീൻ. അത് എപ്പോഴെങ്കിലും എന്താ പറയുക, അത് എപ്പോഴെങ്കിലും നല്ല, അത് എങ്ങനെയാണ് ആ ഓർമ്മകൾ മരിക്കുക എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന എൻ്റെ സ്കൂൾ അങ്കണം. സ്കൂളിൻ്റെ ഈ വഴി നമ്മൾ കുറച്ചങ്ങ് പോയി കഴിഞ്ഞാലാണ് അട്ടമലയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ്. കിച്ചു, ഈ വഴിയല്ലേ കിച്ചു ഗ്ലാസ് ബ്രിഡ്ജ്? നേരെ എത്ര കിലോമീറ്റർ ഉണ്ടാവും? 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ് അല്ലേ. ഇവിടെയൊക്കെ ആളുകളല്ലായിരുന്നു ഫുള്ള്, ആലോചിച്ച് നോക്കിയാൽ ഫുള്ള് ആളുകളായിരുന്നു അല്ലേ. എങ്ങനെ ഇതിലെ റിട്ടേൺ വരും? ആ, ഓ, അങ്ങോട്ടേക്ക് എൻട്രൻസ്. അതായത് ഈ ഒരു കുന്ന് ഇങ്ങനെ പോയിട്ട്, ഈ കുന്ന് ഇത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ, ഇതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അതിലേക്കൂടെ തിരിച്ചു വരാം, ഇതിലൂടെ പോവുക എന്നുള്ള ലെവലിലേക്ക് മാറ്റി എന്നാണ് കിച്ചു പറയുന്നത്. കാരണം ഇവരൊക്കെ എന്നും പോയിക്കൊണ്ടിരുന്ന കേട്ടോ ഈ ഏരിയ. ഇവിടുന്ന് പോയി കഴിഞ്ഞാലാണ് ആ ഒരു വ്യൂ പോയിന്റ്, ഈവനിങ് ടൈമിൽ ഒരു വ്യൂ പോയിന്റും ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കാണാം കേട്ടോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഫാക്ടറി ഇല്ലേ, ഫാക്ടറിയുടെ പോക്കുകളിലാണ് ഈ കാണുന്നത്. മുണ്ടക്കായി ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഫാക്ടറി. ആ ദൃശ്യത്തിൽ നമുക്ക് വെള്ളാരംപാറ ഇവിടെ നിന്ന് കാണാം, കിലോമീറ്റർ അപ്പുറത്താട്ടോ വെള്ളാരംപാറ കാണാം. അതുപോലെ തന്നെ ഇതാണ് ആ ഗ്രൗണ്ട്, ഞാനന്ന് കാണിച്ച ഗ്രൗണ്ടില്ലേ, അതിലൂടെ വെള്ളം ഒഴുകി വന്ന ഏരിയ. ചൂരൽമല കാണാൻ സാധിക്കില്ല, കാരണം ഈ കാണുന്ന മലയുടെ അപ്പുറത്താണ് ചൂരൽമല. സോ ഇതാണ് അട്ടമലയിലെ കാഴ്ചകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യം തന്നെ ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ ഒരു ഡിസാസ്റ്റർ വന്നതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മനുഷ്യവാസവും ഇവിടെയുള്ള ടൂറിസവും ഒക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആവും. ഇനി എത്ര കാലം ഇതിങ്ങനെ കിടക്കുന്ന അറിയില്ല. ആളുകൾ വരാണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഒരു കാടെന്ന രീതിയിലേക്ക് രൂപാന്തരപ്പെടും. അതിനുശേഷം അല്ലെങ്കിൽ ഇവിടെ മൃഗങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഓവറാണ്. ഇനിയിപ്പോൾ ആളുകളും കൂടി ഇല്ലെങ്കിൽ ഒരു മനുഷ്യനെ കാണാൻ കിട്ടുന്നില്ല. നോക്കിയേ, പണ്ടെന്നൊക്കെ പറയുമ്പം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ മേപ്പാടി മുതൽ അങ്ങ് ചൂരൽമല വരെ ട്രാഫിക് ബ്ലോക്കാണ്. നടന്നു വന്നാൽ അതിനേക്കാൾ സ്പീഡിലെത്തും എന്നുള്ള ലെവലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പല സ്റ്റേറ്റ്സിൽ നിന്നും ആളുകൾ വരും, പല ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകൾ, പല മതത്തിലുള്ള ആളുകൾ, പല രീതിയിലുള്ള ടൂറിസ്റ്റുകൾ, കപ്പിൾസ്, അല്ലാണ്ട് തന്നെ ഗ്രൂപ്പായിട്ട് വരുന്ന ആളുകൾ, അങ്ങനെ ഇഷ്ടംപോലെ ആളുകളാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇതെല്ലാം ഇന്ന്
സീറോ ലെവലിലേക്ക് മാറ്റപ്പെട്ടു എന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. ഉരുൾപൊട്ടി ഒരു 1 മന്ത് ആയ കാഴ്ചയാണ്. ഞാൻ അങ്ങോട്ട് വരാം, പോയിക്കോ, വണ്ടി എടുത്തു. ഒരാളും ഇല്ല കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താണ് സിറ്റുവേഷൻ ഉള്ളത്. ഗ്ലാസ് ബ്രിഡ്ജ് ടുവേർഡ്സ് ആണ് ഞാനിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ അല്ലേ, അടിപൊളി കാഴ്ചകളല്ലേ. നമ്മൾ ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുന്ന ആ റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇവിടെയില്ല. ഇതത്ര സേഫ് ആയിട്ടുള്ള ജേണി അല്ല ഈ ഒരു സമയത്ത്. കാരണം ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കാട്ടിനകത്തോട്ട് കയറിയിരിക്കുന്ന ഒരു ഏരിയ. അവിടെയൊക്കെ മിക്കവാറും ആന ഇറങ്ങുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ആനയുണ്ട്. ഇപ്പം ആളും ബഹളമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ എന്തായിരിക്കും സിറ്റുവേഷൻ എന്നുള്ളത് കണ്ടറിയണം. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ് നിറഞ്ഞ ഒരു കാഴ്ചകൾ, ചെറിയ ചെറിയ കുന്നുകൾ, അതിനെ അകമ്പടി സേവിച്ചുകൊണ്ട് അങ്ങ് കോട്ട പോലെ കാത്ത് രക്ഷിക്കുന്ന സഹ്യപർവ്വതത്തിൻ്റെ മലനിരകൾ മഞ്ഞുമൂടി കിടക്കുന്നതുകൊണ്ട് കാണുന്നില്ല. ഭയങ്കര ഭംഗിയുള്ള ഒരു ഏരിയ കേട്ടോ. കുറച്ചുകൂടെ ഒരു വൈഡിലിട്ടാൽ നിങ്ങൾക്കതിൻ്റെ നല്ല വിഷ്വൽസ് കിട്ടും എന്ന് ഞാൻ കരുതുന്നു. ഡിയർ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു ചെറിയൊരു സർക്കിളിൽ എത്തിയിരിക്കുകയാണ്. അതായത് ആ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ജോയിൻ ചെയ്യുന്ന വഴി ഇതാണ്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു സർക്കിളിലെത്തും. ഇതൊക്കെ ഒരുപാട് ആളുകൾ ദിവസവും വന്നു പോകുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ നിന്നാൽ തന്നെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാം. ഹാരിസൺ മലയാളത്തിൻ്റെ കേട്ടോ ഈ സറൗണ്ട് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി. അവരുടെ നിന്ന് ലീസിനെടുത്ത് നടത്തുന്നതാണ് ഈ ബാക്കി എല്ലാ കാര്യങ്ങളും. ഇവിടെ നിന്നപ്പോൾ ഒരു രസമുള്ളൊരു കാഴ്ച കണ്ടേ. ഒരു വലിയൊരു മരം, അത് വെട്ടിക്കളഞ്ഞതിൻ്റെ കുറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മുകളിൽ നല്ല ഭംഗിയുള്ള പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ച. ഒരുപാട് ടൂറിസ്റ്റുകളെ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പൂക്കളാണിത്. പക്ഷേ എന്ത് ചെയ്യാം, വിധി എന്ന് പറയുന്നത് മറിച്ചായി പോയല്ലോ. ആരും ഈ ഒരു പൂവിൻ്റെ ഭംഗി കാണാൻ ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്ന കാഴ്ചയാണ്. ഇത് ബോൾസ് എന്ന് പറയുന്ന, നമ്മളങ്ങനെയാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ഈ കുരു ഉണ്ടല്ലോ, ഈ കുരു കൊണ്ടിട്ടാൽ മതി, അതങ്ങ് വിടർന്ന് വരും. ഈ കുരുവിനൊരു പ്രത്യേകതയുണ്ട്, ഞാനൊന്ന് പറിച്ചെടുത്തോട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ കുരുവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതാണത് ചെടിയാവുന്നത്. ഇതിങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഇതങ്ങനെ പൊട്ടി വരും. ഇത് കണ്ടോ, ഇതുപോലെ ടിക്കുന്നൊരൊച്ച കേട്ടിട്ട് ഇതിനകത്ത് പൊട്ടി വരും. ഇത് മൂത്തിട്ടില്ല, മൂത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി വരും. ഇതാണ് ഇതിൻ്റെ സീഡ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് വെതറി കൊടുത്താൽ മതി, ഇഷ്ടം പോലെ വരും കേട്ടോ. നമ്മൾ അത്തപ്പൂക്കളത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഭയങ്കര പല വെറൈറ്റി കളറുണ്ട്. ഒരുപാട്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സിലും ഈ പൂ അവൈലബിളാണ് തോന്നുന്നു. ഭയങ്കര ഭംഗിയായിട്ട് രസമായിട്ട് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഫോട്ടോ ഫ്രെയിമാണ് തോന്നുന്നത്. കിച്ചു ഒന്ന് തിരിഞ്ഞ് തന്നെ നോക്കട്ടെ. അടിപൊളി. നോക്കിയേ, ആ പൂവിനെ വെച്ചുകൊണ്ട് തന്നെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എന്തു ഭംഗിയാല്ലേ. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ സഞ്ചാരികൾ വന്നുകൊണ്ടിരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ്. അതായത് നടക്കുമ്പോൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിങ്ങനെ പൊട്ടും, നമുക്ക് പേടിയാവും, ഗ്ലാസ് പൊട്ടിപ്പോയോ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു. കിച്ചു സാർ, നീ ഒരു പുലിയുടെ കാര്യം പറഞ്ഞല്ലോ ഇവിടെ. അതായത് ഇതിൻ്റെ ടോപ്പിൽ പുലിയുണ്ട്, ഒരു പുലി തന്നെയാണ്. അത് എല്ലാവരും ചില ടൈമിൽ മോർണിംഗ് വരുന്നു, ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യാൻ വരുന്നവർ പലരും കണ്ടിട്ടുണ്ട്. ഇതിന് ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ തുടങ്ങിയത് നമ്മളെ വ്യൂ പോയിന്റ് ആയിരുന്നു. അട്ടമല അതിവിടെ ആയിരുന്നു, ഗ്ലാസ് ബ്രിഡ്ജ് ആക്കി മാറ്റിയത്. അപ്പോൾ ആ ഏട്ടൻ ഇവിടെ മോർണിംഗ് ഒരു 6 o'clock ആകുമ്പോൾ അവിടെ എത്തും. ആ ടൈമിലാണ് ഇതിനെ പുലീനെ കണ്ടത്. ആനയുണ്ട്, ഇതാ ഈ താഴെ കാട്ടിൽ ആനയും ഇറങ്ങും. ഞങ്ങളൊരു ഫുൾ ടൈം ആൾക്കാരും ബഹളവും. ഇനിയിപ്പോൾ അത് ഇല്ല. ഇതെങ്ങോട്ടേക്കാ ശരിക്കും ഗ്ലാസ് ബ്രിഡ്ജ് പോകുന്നത്? ഞാനത് കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ, ഞാൻ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടിട്ടില്ല. പലതവണ ഈ വരണം എന്ന് വിചാരിച്ചു, നടന്നിട്ടില്ല. ഇതിലെ നേരെ ഉള്ളിലോട്ട് പോകും. ഈ വഴി നേരെ സ്ട്രെയിറ്റ് അങ്ങോട്ട് പോകും. ഒരു കിലോമീറ്റർ. അതിപ്പോൾ ലോക്ക് ചെയ്തിട്ടേക്ക് അല്ലേ? മൊത്തം ക്ലോസ് ചെയ്തിരിക്കുക. അവിടെയാണ് നമ്മൾ പാർക്കിംഗ് വരുന്നത്, ആ ഏരിയയിൽ. അവിടെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഷോപ്പ് നടത്തിയിരുന്നതിൽ പലരും, ഒരാൾ 2-3 ആൾക്കാർ പോയിട്ടുണ്ട്. മുണ്ടക്കയത്തെ